തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തിരക്ക് തന്നെയാണ്. അടുത്ത 5 വർഷം എങ്ങനെയെന്ന് തീരുമാനിക്കുന്നതിൽ കഴിഞ്ഞുപോയ 5 വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ നോക്കിയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വരിക. അത്തരത്തിൽ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മാസ്റ്ററാണ്. ചോറോട് കഴിഞ്ഞ 5 വർഷം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഭരണസമിതി അധികാരത്തിലേറുന്ന സമയം നമ്മുടെ കോവിഡിന്റെ സമയമാണ്. അവിടുന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഇപ്പോൾ 5 വർഷം പൂർത്തിയായി. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു 5 വർഷം? 5 വർഷം ഏറ്റവും സന്തോഷകരമായ വർഷങ്ങളായിരുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നിരുന്നെങ്കിലും ഈ ഭരണസമിതി ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടു. നല്ല സൗഹാർദ്ദവും സമാധാനപരവുമായ 5 വർഷമായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ 5 വർഷത്തെ കാണുന്നത്. പിന്നെ ഏറ്റവും നല്ല തുടക്കം ഞങ്ങൾ നടത്തിയത് കോവിഡ് കാലത്ത് ആ രോഗികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കി. അവർക്ക് വാക്സിനേഷനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും എല്ലാമുള്ള സൗകര്യമൊരുക്കി നല്ല നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ ഭരണത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ ആദ്യം ആലോചിച്ചത് ഫണ്ട് വിഭജനം. അത് 21 വാർഡാണ് ഈ പഞ്ചായത്തിലുള്ളത്. 21 ജനപ്രതിനിധികളാണ്. എല്ലാ വാർഡുകളിലും എല്ലാ വിഭാഗം ആളുകളും താമസിക്കും. അതുകൊണ്ട് ഒരു നയാ പൈസ പോലും ആർക്കും അധികം കൊടുക്കാതെ 21 തുല്യ ഫണ്ടുകൾ തുല്യ ഭാഗങ്ങളായി എല്ലാ വാർഡിലും 5 വർഷവും കൊടുക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നേട്ടമാണ്. കാരണം ആരെയും പ്രത്യേകം കാണാനോ ആരെയും അവഗണിക്കാനോ രാഷ്ട്രീയമോ മറ്റ് യാതൊരുവിധ പരിഗണനയും കൊടുത്തിട്ടില്ല. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കാണാവുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കുറച്ച് ഫണ്ട് കൂടുതൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൂടുതൽ, അങ്ങനെ ഒരാൾക്കും ഒരു പൈസയും അധികം കൊടുത്തില്ല. പ്രസിഡന്റിന് പോലും ഒരു പൈസയും അധികം കൊടുത്തിട്ടില്ല. ഒരേപോലെ. അതുകൊണ്ട് ജനങ്ങൾക്കും വലിയ സന്തോഷമാണ്. ആർക്കും ഒന്നും അധികമില്ല. എല്ലാവരെയും തുല്യരായി പരിഗണിച്ചു. ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത, ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇതിലുണ്ട്. BJP ഉണ്ട്, RMP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പരിഗണനയും ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് പ്രവർത്തിക്കുക എന്ന മുഖമുദ്രയോടെ ഭരണസമിതി പോയപ്പോൾ ഒരു പ്രത്യേകത ഇപ്പം ഞാൻ പറയാൻ, ഒരു സമരമോ ഒരു പ്രതിഷേധമോ ഈ ഭരണസമിതിക്കെതിരായി ഈ 5 വർഷ കാലയളവിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ വലിയ പോസിറ്റീവ് കാര്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അങ്ങനെ ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു പഞ്ചായത്ത് ഓഫീസും കൂടിയാണ്. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ സാധിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? പഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, പഞ്ചായത്ത് ഓഫീസ് ഞങ്ങൾ വന്നൊരു വർഷമാകുമ്പോഴേക്കും ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ 2-3 വർഷം ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ പലരും പറഞ്ഞു, ഈ ഭരണസമിതിക്കോ അല്ലെങ്കിൽ ഇവർക്ക് ശേഷമോ പുതിയ ഓഫീസൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചു. ഈ പഞ്ചായത്തിൻ്റെ കയ്യിലുള്ള സ്ഥലം തന്നെയാണിത്. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് എടുക്കാൻ തീരുമാനിച്ചു. അതെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഫർണിഷ്ഡ് സ്ഥാപനമായിരിക്കണം എന്ന ധാരണയാണ്. ഇപ്പോൾ എല്ലാ കാലത്തും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിച്ചു. വെറും 2 വർഷക്കാലം ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് ജനങ്ങൾ കേൾപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് ഞാൻ പറയാം. അതുപോലെ തന്നെയാണ് ഓരോ പ്രവർത്തനവും. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അംഗൻവാടികളുടെ സ്ഥിതി, കുറേ അംഗനവാടികൾ സ്ഥിരം കെട്ടിടമില്ലാത്ത അവസ്ഥയുണ്ടായി. എല്ലാ അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ 1.5 കോടി രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് നീക്കിവെച്ചു. 6 സ്മാർട്ട് അംഗനവാടികൾ, 5 എണ്ണം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 6ാമത്തത് പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതിയിലധികം പ്രവൃത്തി കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ആയുർവേദ ആശുപത്രിക്ക് 15 വർഷം മുമ്പ് ഒരു സ്ഥലം വാങ്ങി. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാൽ ആ ആയുർവേദ ആശുപത്രി പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല. അവിടെ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയും മറ്റ് വിദഗ്ധരും ഒക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഒന്നുകിൽ അവിടെ തുടങ്ങണം അല്ലെങ്കിൽ സ്ഥലം മാറ്റണം. തുടങ്ങാൻ എന്താ മാർഗമെന്ന് അന്വേഷിച്ചപ്പോൾ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാരെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട് അവരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി അവർ നിർദ്ദേശിച്ച ചില സാങ്കേതികത്വം എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാം, അത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എൻജിനീയേഴ്സിനെ കൂടെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് കേവലം 1 വർഷം കൊണ്ട് അതിമനോഹരമായ ഒരു കെട്ടിടമുണ്ടാക്കി ഇപ്പോൾ ജനങ്ങൾക്ക് അത് സമർപ്പിച്ചു. അപ്പോൾ അത് ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ്. പുറത്ത് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷേ വികസന കാര്യം വരുമ്പോൾ എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തിപരമായി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടെ എല്ലാ കാലവും ഓർക്കുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ദേശീയപാത പങ്കിടുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു പഞ്ചായത്ത് കൂടിയുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാണ് ഒരുവിധം പരിഹരിച്ചതല്ലേ? ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ചോറോട് ഗേറ്റ് ആ ഭാഗത്ത് ഈ സാധാരണ ഭൂപ്രകൃതി അനുസരിച്ചല്ല ജലത്തിൻ്റെ ഒഴുക്ക്. അത് മനസ്സിലാക്കാതെ കേരളത്തിലെ എല്ലാ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുമെന്ന ധാരണയിൽ ഇവിടെയും പടിഞ്ഞാറോട്ടാണ് വെള്ളം ഒഴുകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശീയപാത പ്രവൃത്തി തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ചോറോട് ഗേറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെള്ളം കൃത്യമായി കിഴക്കോട്ടൊഴുകി പിന്നീട് മാഹിപ്പുഴയിൽ പോയി ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അവിടെ ഓവ് പാലങ്ങളില്ലാതെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ചോറോട് ഗേറ്റും ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള 100ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ വലിയ വിഷയവുമായി വന്നു. അവിടെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റിയെ വിവിധ ഘട്ടങ്ങളിൽ സമീപിക്കാനും അവിടെ 4ഓളം പുതിയ ഓവുപാലങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. 4 ഓവുപാലങ്ങളുണ്ടാക്കി ആ 4 ഓവുപാലങ്ങളിലൂടെയും വെള്ളം പോകുന്ന അവസ്ഥ വന്നതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ മഴയത്ത് അവിടെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. അക്കാര്യത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഊരാളുങ്കൽ സൊസൈറ്റി ഒരു ഘട്ടത്തിൽ മുഴുവൻ വീടുകളിലും വെള്ളം നിറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ രാത്രി അവിടുത്തെ ആളുകളെയും കൂട്ടിപ്പോയി കണ്ടു. ചെയർമാനോട് സംസാരിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ഉപകരണങ്ങളും തൊഴിലാളികളും അവിടെ എത്തുമെന്ന് പറഞ്ഞു. ആ കൊടും മഴയത്ത് തന്നെ പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് അവിടെ മുങ്ങി അവിടെ വെള്ള തടസ്സങ്ങൾ നീക്കി ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിച്ചു. അതൊക്കെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാനുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് കുറേ കൂടി ശ്രദ്ധ വേണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നു. മറ്റൊന്ന്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന ഒരു വിഷയം, നമ്മുടെ ചോറോട് ഗേറ്റിൽ നിന്ന് നേരെ വൈക്കിലിശ്ശേരി ഭാഗത്ത് പോകുന്ന റോഡ് 6 മാസ കാലാവധി പറഞ്ഞിട്ടാണ് അവരടച്ചത്. അടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തടസ്സപ്പെടുത്തുകയും അവർ 6 മാസം കൊണ്ട് പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടാണ് അടച്ചത്. പക്ഷേ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും ആ റെയിൽവേ ഓവർബ്രിഡ്ജുമായി കണക്ട് ചെയ്യുന്ന പാലത്തിൻ്റെ നീക്കം നടക്കാത്തതുകൊണ്ട് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതോറിറ്റിയോട് പല ഘട്ടങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പെട്ടെന്ന് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതാണ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ചോറോട് എന്ന് പറയുമ്പോൾ തികച്ചും ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഒരു പഞ്ചായത്താണ്, സാധാരണക്കാരായ ആളുകൾ കൂടുതലായിട്ടുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ്. ഈ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുള്ള ഒരു പഞ്ചായത്താണ് റോഡുകളുടെ കാര്യത്തിൽ. അപ്പോൾ റോഡുകളുടെ വികസനവും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയായിരുന്നു? റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന് 2ാമത്തെ വർഷമാകുമ്പോഴേക്ക് തന്നെ ഗ്രാമീണ റോഡുകൾക്ക് പ്രത്യേക പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകളും ഉപയോഗിച്ച് ഒരുവിധം റോഡുകളൊക്കെ നല്ല രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കി. പക്ഷെ അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടുള്ള ജലജീവൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടത് ജലജീവൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കയ്യിലുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അത് നടപ്പിലാക്കുന്ന ഏജൻസിയായി വാട്ടർ അതോറിറ്റിയെ നിശ്ചയിച്ചു. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റി നമ്മളുമായിട്ടുണ്ടാക്കിയ ധാരണ, ഏത് റോഡുകളാണോ വിട്ടുകൊടുക്കുന്നത്
ആ റോഡുകൾ അതേ രൂപത്തിൽ തിരിച്ചേൽപ്പിക്കും. ഉദാഹരണത്തിന് താർ റോഡാണ് വിട്ടുകൊടുക്കുന്നതെങ്കിൽ അവർ പൈപ്പിട്ടതിന് ശേഷം താർ ചെയ്ത് തിരിച്ചേൽപ്പിക്കും. കോൺക്രീറ്റ് ആണെങ്കിൽ പൈപ്പിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് തിരിച്ചേൽപ്പിക്കും. അപ്പോൾ എല്ലാ ആളുകൾക്കും രാജ്യം മുഴുവൻ കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയെ എതിർക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൃത്യമായി എല്ലാ റോഡുകളും അവർക്ക് വിട്ടുകൊടുത്തു. ഒന്നാം ഘട്ടത്തിൽ അവർ സജീവമായി പോയി റോഡുകളൊക്കെ അവർ കുഴിച്ചു, പൈപ്പിട്ടു. പക്ഷേ രണ്ടാം ഘട്ടം നമ്മളോട് പറഞ്ഞ വാക്ക് ഇന്ന് വരെ പാലിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നം. അവർ പറയുന്ന കാര്യം അവർക്ക് നേരത്തെ ചെയ്ത പണിയുടെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളൊരു കരാറെടുക്കുമ്പോൾ ഈ ഫണ്ട് കിട്ടുമോ കിട്ടുമല്ലോ നോക്കിയല്ലോ, കരാറിൽ നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ ഈ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ചേർന്ന് സമരം നടത്തി. ഓരോ ഘട്ടത്തിലും അവർ പറയും അടുത്ത സമയം വളരെ പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറയും. പക്ഷേ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. കുറേയേറെ റോഡുകൾ നമ്മൾ ഒരാളിങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഗതാഗത സൗകര്യമുള്ളതാക്കി മാറ്റി. ഇനിയും പരിമിതമായ തോതിൽ ഗതാഗത സൗകര്യം പുരോഗമിപ്പിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് അവരോട് നിരന്തരം ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ചെയ്യുമെന്ന് കാത്തിരിക്കുക, അത്രയും അത് പറയാൻ കഴിയും. പക്ഷേ ഞങ്ങൾ പരമാവധി നമ്മളാൽ കഴിയാവുന്ന തരത്തിൽ റോഡുകളൊക്കെ ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് റോഡുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് പെട്ടെന്ന് ചെയ്യിക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മയൂരം കോക്കനട്ട് മിൽക്ക്, മനസ്സിലെന്നും മായാത്ത രുചി. അതേപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണ മേഖലയിൽ ചോറോട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2022 ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന പ്രവർത്തനം ഞങ്ങൾ നടത്തി. ഓരോ വാർഡിലെയും വീടുകളെ ക്ലസ്റ്ററുകളാക്കി മാറ്റി, 50 വീടുകളുള്ള ക്ലസ്റ്ററുകളാക്കി മാറ്റിക്കൊണ്ട് ആ ക്ലസ്റ്ററുകൾ തമ്മിൽ മത്സരം സംഘടിപ്പിച്ചു, വാർഡുകൾ തമ്മിൽ മത്സരം സംഘടിപ്പിച്ചു. അങ്ങനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി 2022 തന്നെ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു ആണ് പ്രഖ്യാപനം നടത്തിയത്. അതിന് 2 വർഷത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി പ്രവർത്തനം കൂടെ അതിൻ്റെ ഭാഗമായി ഈ പ്രവർത്തനത്തിൻ്റെ കൂടെ ചേർന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ മേന്മ നേടിയ പഞ്ചായത്തായി ഈ പഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച MCFകളിൽ ഒന്നാണ് ഇപ്പോൾ ചോറോട് പഞ്ചായത്തിലുള്ള MCF. അത് നേരത്തെ കത്തിപ്പോയതായിരുന്നു. അത് വലിയ രൂപത്തിൽ പുനർനിർമ്മിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും മിനി MCFകളും അതുപോലെ തന്നെ ബോട്ടിൽ കളക്ഷൻ ബൂത്തുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് സ്വന്തമായി വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മസേന 43 പേരുള്ള ഹരിതകർമ്മസേന, അവരൊക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് നല്ല നിലയിൽ മാലിന്യമുക്ത പ്രവർത്തനം ഈ പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ട് അത് നിലനിർത്താനുള്ള പ്രവർത്തനവും സജീവമായി ഇപ്പോഴും നടത്തുന്നു. മാലിന്യത്തിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, ഒരു കാലത്ത് കൈനാട്ടി പാലത്തിന് താഴെ എന്ന് പറയുന്ന ഒരു ഭാഗം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം ഉള്ള ഭാഗമാണ്. അതേപോലെ മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗമാണ്. അവിടെ നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണല്ലേ? അത് മാലിന്യമുക്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തുടങ്ങിയത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തെ ആളുകളെ വിളിച്ചു ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പ്രവർത്തനം അവിടെ നടത്തി. എന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു മിനി പാർക്ക്, കൈനാട്ടി മിനി പാർക്ക് എന്ന പേരിൽ ഒരു പാർക്ക് സ്ഥാപിച്ചു. അത് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ആ പ്രദേശത്തുള്ള ജനങ്ങൾ സംഘടിതമായി അവരുടെ കമ്മിറ്റി ഉണ്ടാക്കി അവർ തന്നെയാണ് 1.25 ലക്ഷത്തോളം രൂപ ഇപ്പോൾ ചെലവഴിച്ചു. അവിടെ ടൈല് പാകി അതിൻ്റെ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി, കുട്ടികൾക്കായുള്ള ഒരു മിനി തിരിയുന്ന ഒരു കസേര വെച്ചിട്ടുള്ള അതൊക്കെ അവിടെ ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനം തുടരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കമ്മിറ്റി നിരന്തരം ചലിക്കുന്ന കമ്മിറ്റിയായി നിലനിർത്താനാണ് തീരുമാനം. കാരണം ഈ പറയുന്ന രൂപത്തിൽ സാമൂഹ്യദ്രോഹികളുടെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കാൻ ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ 5 CCTVകളുണ്ട്, 2 വലിയ ലൈറ്റുകളുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ വന്നിരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. അത് വലിയൊരു നേട്ടമാണ്. കാരണം സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ സഹായമില്ലാതെ വെറും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. ആ വാർഡ് എൻ്റെ വാർഡാണെന്നുള്ള ഒരു സന്തോഷം.
അത്തരത്തിൽ എല്ലാ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് സാധ്യമാക്കിയത്. ലൈഫ് മിഷൻ ആയി കഴിഞ്ഞാലും വീട് കൊടുക്കുന്നത്. ലൈഫ് മിഷൻ 162 അപേക്ഷകളുണ്ടായിരുന്നു. 32 അപേക്ഷകൾ പല കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടു. വീടെടുത്തു പോയവരുണ്ട്, ഇപ്പോൾ സഹായം ആവശ്യമില്ലാത്തവരുണ്ട്. ആ 32 കഴിച്ച് ബാക്കിയുള്ള 130 പേർക്കും ആവശ്യമായ രൂപത്തിൽ ഒരു 60ഓളം വീടുകൾ പൂർണ്ണതയിലെത്തിച്ചു. ബാക്കിയുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. എഗ്രിമെൻ്റ് വെച്ച് പണി നടത്താവുന്ന രൂപത്തിലേക്ക് മാറ്റി. അതും വലിയ നേട്ടം തന്നെയാണ് ആ മേഖലയിൽ. അതോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു വാർഡിന് 1 ലക്ഷം രൂപ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷവും വീട് വാസയോഗ്യമാക്കുക എന്നൊരു പദ്ധതിയും കൂടി നടപ്പിലാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 21 ലക്ഷം രൂപ ഓരോ വർഷവും നീക്കിവെച്ച് 21 കുടുംബങ്ങൾ ഈ BPL ലിസ്റ്റിൽപ്പെട്ട പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത കുടുംബങ്ങളാണ്. അവർക്ക് വീട് വാസയോഗ്യമാക്കാൻ 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. അത് വലിയൊരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ വലിയൊരു ശ്രദ്ധ കൊടുത്ത മറ്റൊരു കാര്യം, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ കിടപ്പ് രോഗികളെ സംരക്ഷിക്കാൻ ആവശ്യമായ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് തന്നെ പണം പിരിച്ചുകൊണ്ട്, സാധാരണ നമ്മൾ പദ്ധതിയിൽ നീക്കി വെക്കുന്ന പണം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ ഈ പാലിയേറ്റീവിന് കീഴിൽ വരുന്ന 150ഓളം രോഗികളുണ്ട്. അതിൽ ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയാത്തവരൊഴികെ ബാക്കി മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വർഷത്തിൽ 1 പ്രാവശ്യം ഒരു പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തി. അത് സാധാരണ ഈ നമ്മുടെ FHC കോമ്പൗണ്ടിലുള്ളത് ഞങ്ങൾ മാറ്റി. ഞങ്ങൾ വന്നപ്പോൾ അത് തീരുമാനിച്ചു, ഇവർക്ക് വിനോദത്തിനാവശ്യമായ രൂപത്തിൽ ഇടപെടണം. അങ്ങനെ സാൻഡ് ബാങ്ക്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് വില്ലേജ്, ഇവിടെയൊക്കെയാണ് പരിപാടികൾ നടത്തിയത്. ആ പരിപാടികൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ബോട്ട് യാത്ര വരെ ഇവരെ കൊണ്ട് നടത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വലിയ മുന്നേറ്റമാണത്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൊതുജനങ്ങളിൽ നിന്ന് തന്നെ സംഭരിച്ച തുക 3 ലക്ഷം രൂപ FDI ഇടാനും 1 ലക്ഷം രൂപയോളം ഇപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാനും കഴിയാവുന്ന രൂപത്തിലേക്ക് ജനസഹായം നന്നായി കിട്ടി. ഞങ്ങളൊരു കാര്യം കൂടി ചെയ്തു. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് കിടപ്പ് രോഗികൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുള്ള കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള തെറാപ്പിസ്റ്റിനെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിയമിച്ച് ആ പ്രവർത്തനം നടത്തുന്നു. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ പൗരന്മാർ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഇടപെടലാണ് നടത്തിയത്. ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിൽ ചിറക് എന്ന് പേരിട്ടുകൊണ്ട് ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തു. ആ പദ്ധതിയുടെ ഭാഗമായി നമ്മളത് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ദേശീയ സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ അതിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ അവർക്ക് കോച്ചിങ് കൊടുക്കുക. അതാണ് പ്രധാനമായ ഒരു ഉദ്ദേശം. എന്നാൽ ഏറ്റവും താഴെ തട്ടിൽ പ്രൈമറി തലത്തിൽ LSS, USS, NMMS തുടങ്ങിയ ആ പൊതുപരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കാനും അത് നല്ല നിലയിൽ ഈ കോച്ചിങ്ങുകൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നൊരു പ്രയാസം, ഈ ഉയർന്ന മേഖലയിലേക്ക് അന്തർ സർവകലാശാല പ്രവേശനം ഉൾപ്പെടെയുള്ള ആ പരീക്ഷകളിൽ നമ്മൾ നടത്തുന്ന ഈ കോച്ചിങ്ങിൽ പങ്കെടുക്കാൻ രക്ഷിതാക്കൾക്ക് താല്പര്യക്കുറവ്. രക്ഷിതാക്കളിപ്പോൾ ശൈലം, ലക്ഷ്യ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ചേർക്കുക എന്നതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് കുട്ടികൾ വേണ്ടത്ര വന്നു ചേരാത്ത ഒരവസ്ഥ നിലനിൽക്കുകയാണ്. എങ്കിലും ഉള്ളവരെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ഇൻസ്ട്രക്ടർമാരെ കൊണ്ടുവന്ന് ക്ലാസ് ഞങ്ങൾ നടത്തി. അതിൽ ഞങ്ങൾക്ക് റാണി പബ്ലിക് സ്കൂൾ ഒരു ചെറിയ സഹായം ചെയ്തു തന്നു. ക്ലാസ് നടത്താൻ ഫ്രീ ആയിട്ട് അവരുടെ ഹോളും പ്രൊജക്ടറും മറ്റു കാര്യങ്ങളൊക്കെ അനുവദിച്ചു. നല്ല നിലയിൽ ഈ പഞ്ചായത്തിലെ ഉന്നതന്മാരായ ആളുകൾ ഇതിൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ ഞങ്ങളെ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ അവിടെ പ്രിൻസിപ്പാളായി വർക്ക് ചെയ്ത ഡോക്ടർ അബ്ദുൾ അസീസ് കോറോത്ത്, അതേപോലെ VHSC അസിസ്റ്റൻറ്റ് ഡയറക്ടർ വിജയരാഘവൻ സാർ, ഇവർ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെ പേരും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നന്നായി ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. അതൊരു നല്ല പ്രോജക്റ്റായി ഇനി വരുന്ന ഭരണസമിതിക്കും തുടരാൻ കഴിയുന്നതാണ് ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ്. അപ്പോൾ പാശ്ചാത്യ മേഖലയിലായാലും വിദ്യാഭ്യാസം, ആരോഗ്യം ഉൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ഈ ഒരു 5 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ ഇല്ലാതിരുന്ന ഹോമിയോ വിഭാഗം, അത് ഹോമിയോ ആശുപത്രി ഇവിടെ തുടങ്ങി. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം കെട്ടിടത്തിലേക്ക് അതും മാറും. പിന്നെ മറ്റൊരു കാര്യം ചെയ്തത്, നമ്മുടെ പഞ്ചായത്തിൽ വ്യവസായ വകുപ്പിൻ്റെതായ ഒരു 45 സെൻറ്റ് സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നു. അവരുപയോഗിക്കാതെ വന്നപ്പോൾ
ഞങ്ങളതിൽ ഇടപെട്ടു. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അടച്ച് ആ 45 സെൻറ്റ് സ്ഥലവും പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തി കയ്യിൽ വെച്ചിട്ടുണ്ട്. നല്ല ഒരു മുന്നേറ്റമായിട്ടാണ് അത് കാണുന്നത്. അല്ല, നമുക്ക് പൊതുവേ സഹായകരമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മെമ്പർമാർ തമ്മിലുള്ള ഐക്യം, അതുപോലെ തന്നെയാണ് ഒരു ടീമായാണ് ഇവിടുത്തെ ജീവനക്കാർ. ഈ ഒരാൾക്ക് ഇന്ന ചുമതല എന്നില്ല, എന്ത് ചുമതലയും ഏറ്റെടുക്കാനും ഏത് ഘട്ടത്തിലും നമ്മളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറുള്ള ജീവനക്കാരായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതും കൂടി ഈ നേടിയ നേട്ടങ്ങൾക്ക് പിറകിലുണ്ട്. അതിപ്പോൾ നമ്മളെ എൻജിനീയറിംഗ് ആയാലും അതുപോലെ തന്നെ മറ്റെന്തായാലും എല്ലാ വിഭാഗം ആളുകൾക്കും കൃത്യമായി പരിഗണന നൽകുന്ന രൂപത്തിൽ അവരൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീവനക്കാരുടെ യോജിപ്പ്, മെമ്പർമാരുടെ യോജിപ്പ്, ഇത് രണ്ടും കണ്ടപ്പോൾ പൊതുജനങ്ങളും വളരെ നന്നായി സഹകരിച്ചു. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ഇവിടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നു. 5000-ത്തിലധികം ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ഒരു 3000-ത്തിനടുത്ത് ആളുകൾക്ക് ഉച്ചഭക്ഷണം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അവരെ സൽക്കരിച്ചത്. അതൊക്കെ ഇവിടുത്തെ സ്ഥാപനങ്ങൾ പലരും വ്യക്തികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആ ചിലവൊക്കെ നിർവഹിച്ചത്. ഇത്രയും അധികം ജനങ്ങൾ വന്നു ചേർന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ച മെമ്പർമാരുടെയും ജീവനക്കാരുടെയും എല്ലാം ഐക്യത്തോടെയുള്ള പ്രവർത്തനവും പെരുമാറ്റവും കണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു വന്നവരാണ്. അതുതന്നെയാണ് ഈ ഭരണസമിതിക്ക് ഇനി അങ്ങോട്ട് പറയാനുള്ളത്. ഞങ്ങൾ ചെയ്ത സേവനങ്ങൾ, ആ സേവനങ്ങൾക്ക് ഞങ്ങളെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ പടിയിറങ്ങാൻ പോകുന്നത്. ഇനി വരുന്ന ഭരണസമിതിയും ഈ തരത്തിൽ ജനഹിതം മാനിച്ചുകൊണ്ട്, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു തരത്തിലുള്ള വിഭാഗീയതയുമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ. അപ്പോൾ സമഗ്ര മേഖലയിലും വികസനം സാധ്യമാക്കിയാണ് ഈ ഒരു 5 വർഷം പൂർത്തിയാക്കി പടിയിറങ്ങുന്നത്. നിങ്ങൾ അവസാനിപ്പിച്ചെടുത്ത് ഇനി വരുന്നവർ മുന്നോട്ട് തുടരണം, ഇതിൻ്റെ ബാക്കി പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് ഒഴിയുന്നത്. ഇവിടെ എല്ലായിടത്തും സജീവമായി ഉണ്ടാകുന്ന, എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഒരാളായി മാഷ് എപ്പോഴും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ഇടപെട്ട് സജീവമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.